ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ സിമ്പിൾ ഡേയ്സ്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു മോർണിംഗ് വ്ളോഗാണ്. ഇന്ന് രാവിലെ ഇവി എൻ്റെ കൂടെ തന്നെ എണീറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ പരിപാടികൾക്കൊക്കെ ഇവിയും കൂടെ കൂട്ടിനുണ്ട്. ചായക്ക് ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പൊടിയൊക്കെ എടുത്ത് കുഴയ്ക്കാൻ നോക്കുകയാണ്. ആവശ്യത്തിനുള്ള പൊടിയൊക്കെ എടുത്ത് ഉപ്പിട്ട് ചൂടുവെള്ളത്തിൽ നന്നായി കുഴച്ചെടുക്കണം. ഞാൻ ചൂടുവെള്ളം കെറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് നന്നായി കുഴച്ചെടുക്കണം. ഞാൻ ഇപ്പോൾ സ്പൂണായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. കഴിഞ്ഞ് ഒന്ന് ചൂട് വിട്ട് കഴിഞ്ഞാൽ നന്നായി കൈകൊണ്ടും കുഴച്ചെടുക്കും. ഇനി കറിയായിട്ട് കടലക്കറി ഉണ്ട്. ഞാൻ ഇന്നലെ രാത്രിക്ക് വെച്ച കടലക്കറി ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലേക്കും കൂടി കൂട്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അതെടുത്ത് പുറത്തേക്ക് വെക്കണം. കറിയൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച് ഇനി ഞാൻ ചോറ് വെക്കാനുള്ള പരിപാടികളാണ് നോക്കണത്. അപ്പോൾ ഇന്ന് വിബിയേട്ടന് ഡ്യൂട്ടിയുള്ള ദിവസം, അതുകൊണ്ട് എനിക്ക് ഇവയ്ക്കുള്ള ചോറ് മാത്രം മതി. അപ്പോൾ കുറച്ച് അരിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് എടുത്ത് കഴുകി കുക്കറിൽ വെക്കുകയാണ്. അപ്പോഴത്തേനും ഇവ വാശി പിടിക്കുന്നുണ്ട്. അവളെ എടുത്ത് ഒക്കത്ത് വെക്കണം. ഇനി ബാക്കി പരിപാടികളൊക്കെ ഇവനെ കയ്യിൽ വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചോറ് വേഗം അടുപ്പത്താക്കി ഇനി നൂൽപുട്ടിൻ്റെ പരിപാടികൾ നോക്കണം. ആ നേരം കൊണ്ട് മാവ് ഒന്ന് തണുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നന്നായി കുഴച്ചെടുത്ത് ഇനി അത് പീച്ചി എടുക്കണം. അപ്പോഴത്തേനും ഞാൻ ഇവനെ റാക്കിലാക്കിയിട്ടുണ്ട്. റാക്കിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ഇനി അവളെ വെച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ. ഇതേ പകുതി റാക്കിൻ്റെ അവിടെ നിന്ന് ഞാൻ നീങ്ങുമ്പോൾ അവളെ എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവൾ അവിടെ ഇരുത്താൻ എനിക്ക് പേടിയാണ്. ചാടിക്കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റ് ഉള്ളതല്ലേ, അതുകൊണ്ട് അവളെ ഇരുത്തിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് പേടിയാണ്. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് മാത്രമേ അവളെ റാക്കിൽ കയറ്റി ഇരുത്താറുള്ളൂ. ഇനി ഉച്ചയ്ക്കുള്ള ബാക്കി പരിപാടികൾ നോക്കണം. ഒരു കുഞ്ഞു പീസ് മത്തങ്ങയുണ്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ ഇന്നലെ തന്നെ പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഉണക്കപ്പയർ. അപ്പോൾ മത്തങ്ങൽശ്ശേരി. പിന്നെ ഒന്ന് നോൺ വെജ് ആയിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഉരുളക്കിഴങ്ങുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ നോക്കി. പിന്നെ ഈ കട്ടിങ് പരിപാടികളൊക്കെ എനിക്ക് പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാളുടെ കൈയും കാലും ഒന്നും ഒതുങ്ങിയിരിക്കണില്ല. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവളെയും വെച്ചുകൊണ്ട് വേണമല്ലോ എല്ലാം ചെയ്യാം. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ച് അപ്പോഴത്തേനും എൻ്റെ നൂൽപുട്ടായിട്ടുണ്ടായിരുന്നു. അതെടുത്ത് പാത്രത്തിലാക്കി. ഞാൻ സൈഡിൽ ഇവയ്ക്കുള്ള പാലും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് ഇവയ്ക്ക് വേണ്ടിയിട്ട് എരിവ് കുറച്ച് വറക്കാനായിട്ട് വെച്ച്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഇത്ര കളറുള്ളത്. ബാക്കിയുള്ള അത്യാവശ്യം എരിവൊക്കെ ഇട്ടിട്ട് എനിക്കുള്ളതും വെച്ച്. പിന്നെ ഇവയ്ക്ക് ഫുഡ് കൊടുത്ത് അത് കഴിഞ്ഞ് ഞാനും ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. വിവേട്ടനെ എണീറ്റിട്ടില്ല. കാരണം ആൾ നൈറ്റ് ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു 2 മണിയൊക്കെ ആവും. പിന്നെ ഉച്ചയ്ക്കല്ല, ഉച്ചയുടെ മുന്നേ ആയിട്ട് പോവും. അപ്പോൾ ആളെ എണീറ്റിട്ടില്ല. ഞാൻ ഫുഡ് കഴിച്ച് പിന്നെ അത്യാവശ്യം കുറച്ച് പാത്രങ്ങളൊക്കെ പരന്നതുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെക്കാൻ നോക്കുകയാണ്. എനിക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ മത്തങ്ങയും പയറും എടുത്ത് കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ചോറ് റെഡിയായപ്പോൾ ചോറ് മാറ്റിയിട്ട് വേഗം മത്തങ്ങയും പയറും കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്കുള്ള തേങ്ങയൊക്കെ ചിരകണം. അപ്പോൾ അത്യാവശ്യം കുറച്ച് തേങ്ങ ഞാൻ ചിരകി എടുക്കുന്നുണ്ട്. ഇതിനിടയിലൊക്കെ ഞാൻ ഇവോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഇവ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ മുഴുവൻ തേങ്ങ ഞാൻ എടുക്കണില്ല. എലിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ എടുക്കണുള്ളൂ. ബാക്കി തേങ്ങ കൊണ്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. കാരണം ഞാൻ രാവിലെ നൂൽപുട്ടിക്ക് കുഴച്ചതിൽ കുറച്ച് മാവ് ബാക്കിയുണ്ട്. ഒരു 3-4 കൊഴുക്കട്ടയ്ക്കുള്ള മാവേ ഉള്ളൂ. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ആ തേങ്ങയിൽ കുറച്ച് ശർക്കരയും കൂടി ഇട്ടിട്ട് കൊഴുക്കട്ട ഇപ്പം തന്നെ അടുപ്പിൽ വയ്ക്കുകയാണ്. അതാകുമ്പോൾ പിന്നെ ഏതായാലും ഞാൻ ഇഡ്ഡലി കുക്കർ എടുത്തിട്ടുണ്ട് നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇതും കൂടി ആയി കഴിഞ്ഞാൽ ഒന്നിച്ചങ്ങ് കഴുകി വെച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പം തന്നെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതെല്ലാം അടുപ്പത്താക്കി കൊഴുക്കട്ട അവിടെ അടുപ്പിലാക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് എനിക്ക് എലിശ്ശേരിക്കുള്ള ബാക്കി പരിപാടികളൊക്കെ നോക്കണം. കാരണം മത്തങ്ങയും പയറും വെന്തിരിക്കുന്നുണ്ട്. ഇനി അതിലേക്കുള്ള അരപ്പ് ചേർക്കണം. അപ്പോൾ ഞാൻ തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടിയിട്ടാണ് അരച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടാണ് ചേർക്കുന്നത്. ഇനി അത് ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കി എടുക്കണം. അത് കഴിഞ്ഞ് അതൊന്ന് വറവിട്ടെടുക്കണം. വറവിടാനായിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടാണ് വറവിടുന്നത്. ഈ സ്റ്റവ് ഓഫ് ചെയ്യാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ആ പാൻ തിരിച്ച് അതുമ്പോൾ തന്നെ വെക്കും. ഇനി അതിൽ തന്നെ ഉരുളക്കിഴങ്ങും കൂടി വറുത്തെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിലൊന്ന് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് മത്തങ്ങ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേറെ പാത്രത്തേക്ക് മാറ്റാം. നമ്മുടെ പാത്രം കഴുകലൊക്കെ വേഗം തീർക്കാമല്ലോ. അവിടെ ഉരുളക്കിഴങ്ങിരുന്ന് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാം. ഈ സിങ്കിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് വലിപ്പമുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ കുക്കർ, അതുപോലെ കുറച്ച് വലിപ്പമുള്ള ചെമ്പ്, അതുപോലെ ബിരിയാണി പോട്ട്, അങ്ങനത്തെയൊക്കെ കഴുകാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അത് നമ്മൾ നാട്ടിലിങ്ങനെ വലിയ കൊട്ടത്തളം യൂസ് ചെയ്തുകൊണ്ട് ആയിരിക്കണം. അത് കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നാളത്തേക്ക് മാവ് അരയ്ക്കാനുള്ളതെല്ലാം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ നാളെ ഇഡ്ഡലി ദോശ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കാമല്ലോ.
ഞാൻ റാഗിയും കൂടെ കൂട്ടിയിട്ടാണ് ഇന്ന് ഇടുന്നത്. അതാകുമ്പോൾ ഇവയ്ക്ക് റാഗി കൊടുക്കാനുള്ളൊരു ട്രിക്കാണ് അത്. റാഗിയും ചെറുപയറൊക്കെ ഇങ്ങനെ കൊടുക്കുക, അല്ലാണ്ട് ആൾ കഴിക്കണില്ല. അപ്പോൾ അതൊക്കെ അവിടെ വെള്ളത്തിലിട്ട് വെച്ചു. ഇനി വൈകിട്ടെടുത്ത് അരച്ചാൽ മതി. ബാക്കി ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലും സ്റ്റൗവും താഴെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ് വ്ളോഗ്.